സംവിധായകൻ രഞ്ജിത്തിനെ യുവ നടിക്കെതിരായ ലൈംഗികാതിക്രമ കേസിൽ നാടകീയമായി ഹോട്ടൽ വളഞ്ഞുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തത്. നിലവിൽ ജയിലിലാണ് കക്ഷിയുള്ളത്. അപ്പോൾ റിമാൻഡിലായ സംവിധായകൻ രഞ്ജിത്തിൻ്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുകയാണ്. രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുള്ള പോലീസിൻ്റെ അപേക്ഷയും എറണാകുളം മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുന്നുണ്ട്. 14 ദിവസത്തേക്ക് റിമാൻഡിലായ രഞ്ജിത്ത് നിലവിൽ എറണാകുളം സബ് ജയിലിലാണ്. സിബി ജോസഫ് വിശദാംശങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്ന്. സിബി, ഈ കേസിൻ്റെ ഗൗരവം പരിശോധിക്കുമ്പോൾ ഇന്നിപ്പോൾ എത്ര ജാമ്യം കിട്ടാൻ എത്ര കണ്ട് സാധ്യതയുണ്ട്? രഞ്ജിത്തിന് കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നാണല്ലോ പോലീസിൻ്റെ ആവശ്യം. കോടതി എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കാൻ പോകുന്നത്? സൈഫു, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും സംവിധായകൻ രഞ്ജിത്തിനെ സംബന്ധിച്ചിരുന്ന ഏറ്റവും നിർണായകമായ ദിനമാണ്. 2 അപേക്ഷകളാണ് ഇന്നിപ്പോൾ ഈ കേസിൽ ഇത് പരിഗണിക്കുന്ന എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ മുന്നിൽ വരിക. ഒന്ന്, കസ്റ്റഡി അപേക്ഷ. ഈ സംവിധായകൻ രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ വിട്ടുകെട്ടണം, കൂടുതൽ ചോദ്യം ചെയ്യണം, കൂടുതൽ തെളിവെടുപ്പിന് കൊണ്ടുപോകണം എന്നാവശ്യപ്പെട്ടുള്ള പോലീസിൻ്റെ കസ്റ്റഡി അപേക്ഷ. മറ്റൊന്ന്, രഞ്ജിത്തിന് നൽകിയിരിക്കുന്ന ജാമ്യാപേക്ഷ. ഈ ഒരു കേസ്, ഇത് ഈ പരാതി വ്യാജമാണെന്നും തനിക്കെതിരെ ഗൂഢാലോചന നടന്നു എന്നടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ജാമ്യാപേക്ഷയും. ഈ 2 അപേക്ഷകളും ഇന്നിപ്പോൾ ഈ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണ്. ഇതിൽ ആദ്യം കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇന്നിപ്പോൾ ആദ്യം കസ്റ്റഡി അപേക്ഷയ്ക്ക് പരിഗണിക്കുക. 3 ദിവസത്തെ കസ്റ്റഡിയാണ് ഇതിൽ പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ കേസിൽ വളരെ കൃത്യതയോടുകൂടി തന്നെ നേരത്തെ തന്നെ ഈ കേസിൻ്റെ അന്വേഷണം വളരെ രഹസ്യമായി തന്നെ ഈ കൊച്ചി DCP അശ്വതി ജിജിയുടെ നേതൃത്വത്തിൽ പ്രത്യേകമായ സംഘം രൂപീകരിച്ചുകൊണ്ട് തുടങ്ങിയിരുന്നു. ഇതിൽ ഈ പരാതിക്കാരിയുടെ രഹസ്യമൊഴിയടക്കം രേഖപ്പെടുത്തുകയും ഈ സിനിമാ സെറ്റിൽ പ്രത്യേകിച്ച് ജനുവരി 31-ന് ഈ ഫോർട്ട് കൊച്ചിയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് തന്നെ കാരവനിൽ വെച്ച് കയറി പിടിച്ചു എന്നുള്ളതാണ് പരാതി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള മറ്റ് ഈ സിനിമാ സെറ്റിലുണ്ടായിരുന്ന മറ്റ് പല നടന്മാരുടെയും അണിയറ പ്രവർത്തകരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തുകയും കൂടാതെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പരാതിക്കാരുടെ രഹസ്യമൊഴിയടക്കം രേഖപ്പെടുത്തിയ ശേഷമായിരുന്നു ഒരു അറസ്റ്റ് പോലുള്ള നടപടിയിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ കൃത്യമായ തെളിവുകളും കൃത്യമായ മൊഴികളുമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ SIT പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജാമ്യാപേക്ഷയെ ശക്തമായി SIT എതിർക്കുകയും 3 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യും. കൂടാതെ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനായ ഫോർട്ട് കൊച്ചിയിലും അതോടൊപ്പം തന്നെ കാരവനിലേക്ക് എത്തിച്ച് ഈ കാരവൻ കണ്ടെടുത്ത് അതിലെല്ലാം തന്നെയും തെളിവെടുപ്പ് നടത്തേണ്ട ഒരു സാഹചര്യം കൂടി ഈ കേസിലുണ്ട് എന്ന് കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്യും. മറിച്ച് മറുവശത്ത് രഞ്ജിത്തിൻ്റെ ആവശ്യം, തനിക്ക് ശക്തമായ ആരോഗ്യ പ്രശ്നമുണ്ട്, ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജാമ്യം നൽകണം, അതുകൂടാതെ ഈ ഒരു പരാതി വ്യാജമാണെന്നടക്കമുള്ള കാര്യങ്ങൾ രഞ്ജിത്തും വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്തായാലും ഈ കേസിൽ ഏറ്റവും നിർണായകവും അതുതന്നെയാണ്. കസ്റ്റഡി അപേക്ഷയും ജാമ്യാപേക്ഷയും പരിഗണിക്കുമ്പോൾ ആദ്യം കസ്റ്റഡി അപേക്ഷയാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ രഞ്ജിത്ത് ഇനി വീണ്ടും ഈ കസ്റ്റഡിയിലേക്ക് പോലീസിൻ്റെ കസ്റ്റഡിയിലേക്ക് പോവുകയാണോ, അതല്ലെങ്കിൽ വീണ്ടും ജയിലിലേക്കാണെന്ന അടക്കമെല്ലാം തന്നെയും, അല്ലെങ്കിൽ ജയിലിന് പുറത്ത് ജാമ്യാപേക്ഷയും ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുമ്പോൾ അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ഇനി വ്യക്തമാക്കുകയും ചെയ്യും. എന്തായാലും ഈ കാര്യത്തിൽ കൃത്യമായ പ്രവചനം നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം ഇതൊരു പീഡന പരാതിയാണ്. പ്രത്യേകിച്ച് ഈ നടിയുടെ പരാതിയിൽ കൃത്യമായ തെളിവുകളുടെ അടക്കം ഒരു സാഹചര്യത്തിലാണ് രഞ്ജിത്തിൻ്റെ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളതെന്നാണ് ഇപ്പോൾ SIT വ്യക്തമാക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ രാവിലെ 10 മണിക്ക് ശേഷം ഈ ഒരു കസ്റ്റഡി അപേക്ഷയും ജാമ്യാപേക്ഷയും എറണാകുളത്തെ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കുകയും ചെയ്യും. സൈഫ്.